ഹലോ മക്കളെ, നമ്മുടെ എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതി വാലുവേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയ് ആദ്യമൊക്കെ ആയിട്ട് നമ്മുടെ റിസൾട്ട് ഒക്കെ വരും. അപ്പം കുറേ പേർക്ക് ഒരു ഡൗട്ട് ഒക്കെ ഉള്ളതാണ്, മിസ്സേ ഞങ്ങൾക്ക് ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് അലോട്ട് ചെയ്യുക, ഞങ്ങൾ ഒന്നിൽ കൂടുതൽ ഐറ്റത്തിൽ ചെറിയ ആൾക്കാർക്ക് ഉണ്ടായിരിക്കും, അപ്പോൾ ഏതിൻ്റെ ഗ്രേസ് മാർക്ക് ആയിരിക്കും എടുക്കുക എന്നൊക്കെ ഡൗട്ട് വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രേസ് മാർക്ക് ഏതിനാണ്, ഇപ്പം കലോത്സവം NCCക്ക് ഉള്ള വ്യക്തിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്രേസ് മാർക്ക് ഏതിനാണോ ആ കുട്ടിക്ക് ലഭിക്കുന്നത് അതായിരിക്കും കൺസിഡർ ചെയ്യുക കേട്ടോ. ഇപ്പോൾ കലോത്സവത്തിനൊക്കെ ആണെങ്കിൽ 30 മാർക്കൊക്കെയാണ് ഗ്രേസ് മാർക്ക്. അപ്പോൾ ആ ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് ആ പാറ്റേൺ അലോട്ട് ചെയ്യുന്നുള്ളത്, എങ്ങനെയാണ് നമ്മുടെ ഇപ്പം നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 10 സബ്ജക്ട്സ് ആണുള്ളത്. ആ 10 സബ്ജക്ട്സിൽ 7 എണ്ണത്തിന് നല്ല മിടുക്ക കുട്ടിയായിരുന്നു, 7 എണ്ണത്തിന് A+ ഉണ്ട്, 3 എണ്ണത്തിന് മാർക്ക് ഇച്ചിരി കുറവാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിന് ലഭിച്ചത് 58 മാർക്കാണ് കേട്ടോ. അതായത് നമ്മൾ എഴുതിയെടുക്കുന്നതാണ് 80 നമ്മൾ എഴുതിയെടുത്ത മാർക്ക് 58, അല്ല സി മാർക്കും കൂടെ ടീച്ചേഴ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 100 വരും. ഇപ്പോൾ ഇംഗ്ലീഷും നമ്മുടെ സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ അതെല്ലാം 100ലാണ് വരുന്നത്. അതിപ്പോൾ നമ്മൾ എന്താണ് 80 മാർക്ക് നമ്മൾ എഴുതിയെടുത്തു, ബാക്കി 20 മാർക്ക് സി മാർക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ 80 മാർക്ക് നമ്മൾ എഴുതിയെടുത്തത് 58 മാർക്കാണ്. ആ പേപ്പർ നോക്കുമ്പോഴത്തേക്ക് ആ വ്യക്തി എഴുതിയെടുത്തത് 58 മാർക്കാണ്. ഫിസിക്സിനും അതുപോലെ തന്നെ ആ കുട്ടി 40 എഴുതിയെടുത്ത്, അതായത് സി മാർക്ക് കൂട്ടുമ്പോൾ 50ലാണ് വരുന്നത്. അപ്പോൾ 40 ആ കുട്ടി എഴുതിയെടുത്തിരിക്കുന്നത് ഫിസിക്സിന് എത്ര മാർക്കാണ്, ഇപ്പം 34 മാർക്കുണ്ട് കേട്ടോ. പാവം, 1 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ A+ കിട്ടിയാനെ. ഇപ്പം കെമിസ്ട്രിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് 31 മാർക്കാണുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ഇപ്പോൾ A+ കിട്ടാനൊക്കെ എത്ര മാർക്ക് വേണമെന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷിനാണെങ്കിൽ നമുക്ക് 80ലാണ് ആ കുട്ടി 80 എഴുതിയെടുക്കുന്ന കാര്യം പറയുന്നത്, 100ലെ കാര്യമല്ല. 100ലാണെങ്കിൽ 90 കിട്ടിയാലേ A+, 90 എബോവ് കിട്ടിയാലേ A+ ആകത്തുള്ളൂ. 80ലാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു 70 എബോവ് ആയ A+ ആവും. ഇപ്പം 58 എന്ന് പറയുന്നത് എങ്ങനെയാണ്, 60 എബോവ് ആണെങ്കിൽ A ആവും, 50 എബോവ് ആണെങ്കിൽ എന്താവും, B+ ആവും. അപ്പോൾ 58 എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ഇപ്പം B+ ആണുള്ളത്, ശരിക്കും B+ ആണുള്ളത്. ഇവിടെ 34 ഫിസിക്സിന് ആ കുട്ടിക്ക് 40 എഴുതുന്ന പേപ്പറിന് 35 എബോവ് ആണെങ്കിലാണ് നമുക്ക് A+ ലഭിക്കുന്നത്. അപ്പോൾ 30 തൊട്ട് 34 വരെയുള്ളതിനാണ് എഴുതുന്നെങ്കിൽ A ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഫിസിക്സിന് A ആണ്. ഇതിന് അതുപോലെ തന്നെ കെമിസ്ട്രിക്ക് ഈ കുട്ടിക്ക് A ആണ് എഴുതിയെടുത്ത മാർക്ക് കേട്ടോ. ഇപ്പം ആ കുട്ടിക്ക് ഗ്രേസ് മാർക്ക് കൂടെ ഉണ്ട്. അപ്പം ഗ്രേസ് മാർക്ക് ഉള്ളത് ഏകദേശം ഒരു 24 മാർക്ക്. ഓക്കെ, 24 മാർക്കാണ് ഗ്രേസ് മാർക്ക് ഉള്ളതെങ്കിൽ ആ ഗ്രേസ് മാർക്ക് എങ്ങനെ അലോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം 24, ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ കുട്ടിക്ക് ഈ 58ൻ്റെ കൂടെ 2 മാർക്കും കൂടെ ലഭിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് B+ നിന്ന് ആ കുട്ടി എന്തിലേക്ക് ചാടും, ആ B+ നിന്ന് ആ കുട്ടി Aയിലേക്ക് ചാടും അല്ലേ. B+ നിന്ന് Aയിലേക്ക് ചാടും, തെളിയുന്നില്ല. ഓക്കെ, ഇനി ഈ 34-നകത്തുനിന്ന് ജസ്റ്റ് 1 മാർക്കിനാണ് നമുക്ക് A+ മിസ്സായത്. അപ്പോൾ 1 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി A+ലേക്ക് ചാടും അല്ലേ. 1 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ 31ൻ്റെ കൂടെ വെറും 4 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി A+ലേക്ക് ചാടും. ഇപ്പം 24 മാർക്ക്, ഇത് A+ ഉണ്ട് ഇവിടെ കേട്ടോ, A+ ചാടാനുള്ള മാർക്കാണ് അത്. ഇപ്പം 24 മാർക്കാണ് ആ കുട്ടിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ, അപ്പം ഈ കുട്ടിക്ക് ഇവിടെ 2 മാർക്ക്. അപ്പം നമ്മൾ എങ്ങനെ ഗ്രേസ് മാർക്ക് എടുക്കുന്നത് ചോദിച്ചാൽ, ഒരു ഗ്രേഡിൽ നിന്ന് ഇപ്പം നിൽക്കുന്ന ഒരു B+ ആണെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും കുറവ് അടുത്ത ഗ്രേഡിലേക്ക് പോകുന്നതിന് വേണ്ടി ഏറ്റവും കുറവ് ആ വേരിയേഷൻ വരുന്നുണ്ടല്ലോ, അതായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം മിസ് എന്താ പറയുന്നത് മിസ് ഇവിടെ പറഞ്ഞുതരാം. അതായത് ഇവിടെ B+ നിന്ന് A ആകാൻ 2 മാർക്ക് വേണം, 34-ൽ നിന്ന് Aയിൽ നിന്ന് A+ ആകാൻ 1 മാർക്ക് വേണം, ഈ Aയിൽ നിന്ന് കെമിസ്ട്രിയുടെ 31 Aയിൽ നിന്ന് A+ ആകാൻ 4 മാർക്ക് വേണം. അപ്പോൾ ഇവിടെ ആദ്യം കൺസിഡർ ചെയ്യുന്ന ആരാണ്, അപ്പോൾ ഏറ്റവും കുറവ് മാർക്ക് അടുത്ത ഗ്രേഡിലേക്ക് പോകാൻ ഏറ്റവും കുറവ് ഡിഫറൻസ് വരുന്ന ഏതാണെന്നുള്ളതാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എടുക്കുന്ന ഒന്നാമത്തെ 1 മാർക്ക് കിട്ടുന്ന, ഇത് ഫിസിക്സിന് ആദ്യം ഈ കുട്ടിക്ക് A+ കൊടുക്കും. അപ്പോൾ 1 മാർക്ക് കൂടെ പ്ലസ് കൊടുത്തിട്ട് A+ ആയി, 35 ആയി, A+ ആയി. അപ്പോൾ ഈ നമ്മുടെ 24 മാർക്കല്ലേ ടോട്ടൽ ഉള്ളത്, ആ 24 മാർക്കിൽ നിന്ന് 1 മാർക്ക് പോയി, ബാക്കി നമുക്കിനി 23 മാർക്കേ ഉള്ളൂ. ആ 23 മാർക്കിൽ നിന്ന് എങ്ങനെ അടുത്ത് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇനി അടുത്ത് നോക്കി. അപ്പോൾ ഇത് കഴിഞ്ഞു കേട്ടോ, ഇത് കഴിഞ്ഞു. ഇനി അടുത്ത ഇംഗ്ലീഷും കെമിസ്ട്രിയാണ് നമ്മൾ നോക്കുന്നത്. ഇംഗ്ലീഷിന് അടുത്ത 58 B+ നിന്ന് നമുക്ക് Aയിലേക്ക് എത്തുന്നതിന് വേണ്ടി 2 മാർക്ക് കൂടെ മതി. കെമിസ്ട്രിയിൽ നിന്ന് 31-ൽ നിന്ന് A+ എത്തുന്നതിന് വേണ്ടി 4 മാർക്ക് വേണം. ഓക്കെ, അപ്പോൾ A+ എത്തുന്നതിന് വേണ്ടി ഇത് ആദ്യം എടുക്കുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഏറ്റവും ഒരു ഗ്രേഡിൽ നിന്ന് തൊട്ടടുത്ത ഗ്രേഡിലേക്ക് പോകുന്നതിന് വേണ്ടി ഏറ്റവും കുറവ് ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ അപ്പോൾ എടുക്കുന്ന ഏതായിരിക്കും, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ മാർക്കായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിന് ആ കുട്ടിക്ക് 2 മാർക്ക് കൂടെ കൊടുത്ത്, ആ കുട്ടിക്ക് ഇപ്പോൾ എത്രയാണ് 58ൻ്റെ കൂടെ 2 കൂടെ കൊടുത്ത് 60 മാർക്ക് കൊടുത്ത് ആ കുട്ടിക്ക് അതിന് A ആക്കും. 2 കൂടെ കൊടുത്ത് ഇപ്പോൾ ആ കുട്ടിക്ക് 60 കിട്ടി, A ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 23-ൽ നിന്ന് 2 കുറഞ്ഞു, ബാക്കി 21 മാർക്കുണ്ട്. 21 മാർക്ക് കൊണ്ട് ആ കുട്ടി A ആയിട്ടുണ്ട്. ഇനി അടുത്ത ആരായിരിക്കും, നമ്മുടെ കെമിസ്ട്രീനെ ആയിരിക്കും പരിഗണിക്കുന്നത്. അപ്പോൾ കെമിസ്ട്രിക്ക് വേണ്ടി 4 മാർക്ക് കൊടുത്ത് 4 മാർക്ക് കൊടുത്ത് ആ കുട്ടിക്ക് A+ ആകും. അപ്പോൾ ഇതിനകത്തുനിന്ന് 4 മാർക്ക് കൊടുത്ത് 31-ൽ നിന്ന് 4 കൊടുത്ത് ആ കുട്ടിക്ക് 35 ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി 4 കൊടുത്ത് ഇവിടെ നിന്ന് 4 കുറച്ച് കഴിയുമ്പോൾ ബാക്കി
17. ഇനി ആ കുട്ടിക്ക് 17 മാർക്ക് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് എവിടെ കൊടുക്കും? ആ കുട്ടിക്ക് ഇപ്പൊ എല്ലാ സബ്ജക്റ്റിനും ഓൾറെഡി 7 സബ്ജക്റ്റിന് A+ ഉണ്ടായിരുന്നു. ഇവിടെ 2 എണ്ണത്തിനും കൂടെ A+ കിട്ടി. അപ്പോൾ 9 എണ്ണമായി. ഇംഗ്ലീഷിന് മാത്രം A+ ഇല്ല. അവിടെ ഇപ്പൊ Aയിലാണ് കിടക്കുന്നത്. സോ ഈ 17 മാർക്ക് എങ്ങോട്ട് കൊടുക്കും? ഇംഗ്ലീഷിന് കൊടുക്കും. ഇംഗ്ലീഷിന് ഇപ്പൊ 60 അല്ലേ കിടക്കുന്നത്. 60 17 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 77 അല്ലേ? അപ്പൊ 80 ആ കുട്ടിക്ക് ഇപ്പൊ 77 സുഖമായിട്ട് എല്ലാ സബ്ജക്റ്റിനും A+ ആയി കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രേസ് മാർക്ക് ഉള്ള ഒരു കുട്ടിയുടെ മാർക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നമ്മുടെ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും നല്ല മാർക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ?